സ്വകാര്യ ആശുപത്രികളെ ആഗോള ഭീമന്മാർ കൈയടക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിൽ ആരോഗ്യരംഗമാകെ മാതൃകാപരമായ രീതിയിൽ സർക്കാർ മാറ്റിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിന്തൽമണ്ണ EMS സ്മാരക സഹകരണ ആശുപത്രിയിലെ രജത ജൂബിലി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പല ആശുപത്രികളും നിന്ന നിപ്പിൽ മാറിപ്പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പക്ഷേ മാറ്റം അകത്ത് കയറി ബില്ല് വരുമ്പോഴാണ് മനസ്സിലാവുക. വേറെ മാറ്റമൊന്നുമില്ല. സംഭവിച്ചിട്ടുള്ളത് കേരളത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പല സ്വകാര്യ ആശുപത്രികളുണ്ട്. ആ സ്വകാര്യ ആശുപത്രികളെ ആഗോളതലത്തിലുള്ള ഭീമന്മാർ വന്ന് കൈയടക്കിയിരിക്കുകയാണ്. പേരിന് മാറ്റമില്ല, മാനേജ്മെൻറ്റിനും കാൺകപ്രതി മാറ്റമില്ല. പക്ഷേ ഈ കൈയടക്കിയ ഭീമന്മാരുടെ താല്പര്യാർത്ഥമുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിക്കുക. നവജാത ശിശുമരണ നിരക്ക് സംസ്ഥാനത്ത് 5% എന്ന നിലയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു. അമേരിക്കയിൽ ഇത് 5.6% അറിയുമ്പോഴാണ് കേരളത്തിന്റെ നേട്ടം നമുക്ക് ബോധ്യപ്പെടുക. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ ലഭിക്കാതിരിക്കുവാൻ പാടില്ല എന്നതാണ് സർക്കാരിന്റെ നയം. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് സഹകരണ ആശുപത്രികളുടെ പ്രവർത്തനവും മാതൃകാപരമാണ്. സഹകരണ മേഖലയിൽ വലിയൊരു പ്രസ്ഥാനമായി പെരിന്തൽമണ്ണ EMS സ്മാരക സഹകരണ ആശുപത്രി മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പെരിന്തൽമണ്ണ EMS സ്മാരക ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി, TK ഹംസ, നാലകത്ത് സൂപ്പി, MLA മാരായ നജീബ് കാന്തപുരം, P നന്ദകുമാർ, മഞ്ഞളാംകുഴി അലി, ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ്, EMS സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മുൻ MP-യുമായ A വിജയരാഘവൻ, മുൻ നിയമസഭാ സ്പീക്കറും നോർക്ക വൈസ് ചെയർമാനുമായ P ശ്രീരാമകൃഷ്ണൻ, മുൻ MLA വി ശശികുമാർ, EMS സ്മാരക ആശുപത്രി ചെയർമാൻ VP അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.